ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിത്തുസ് വേൾഡിലേക്ക് സ്വാഗതം. ലേണേഴ്സ് ചോദ്യാവലിയിലെ 33ാമത്തെ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ട്രക്കിൽ ചരക്ക് കമ്പാർട്ട്മെൻറ്റിൽ കൊണ്ടുപോകാവുന്ന ആളുകളുടെ എണ്ണം എത്ര? ഓപ്ഷൻ എ അധികമായി ഒരാൾ, ഓപ്ഷൻ ബി പെർമിറ്റിൽ കാണിച്ചിരിക്കും പ്രകാരം, ഓപ്ഷൻ സി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പ്രകാരം, ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നും ശരി ഉത്തരമല്ല. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നും ശരി ഉത്തരമല്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇരുചക്ര വാഹനത്തിൻ്റെ അടിസ്ഥാന സുരക്ഷാ ആവശ്യകതകൾ. ഓപ്ഷൻ എ സാരി ഗാർഡ്, ഓപ്ഷൻ ബി ഇരുവശത്തും പീലിയൻ റൈഡർക്കുള്ള ഫുഡ് റെസ്റ്റ്, ഓപ്ഷൻ സി പില്ലിയൻ ഹാൻഡിൽ, ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവയെല്ലാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വിഭജിക്കാത്ത റോഡിൽ നീളത്തിൽ റോഡിൻ്റെ മധ്യഭാഗത്ത് തുടർച്ചയായ വെള്ളവരകൾ സൂചിപ്പിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ മുന്നറിയിപ്പ് വരകൾ, ഓപ്ഷൻ ബി മറികടക്കാൻ പാടില്ല, ഓപ്ഷൻ സി മറുവശത്ത് നിന്ന് വാഹനം വരുന്നില്ലെങ്കിൽ മറികടക്കാം, ഓപ്ഷൻ ഡി ജാഗ്രതയോടെ മറികടക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. മറികടക്കാൻ പാടില്ല. നാലാമത്തെ ക്വസ്റ്റ്യൻ, റോഡിൻ്റെ ഗ്യാരേജ് വേയുടെ എഡ്ജ് ലൈനിൽ ഇടവിട്ടുള്ള വെള്ളവരകൾ സൂചിപ്പിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ ലൈൻ മുറിച്ച് കടക്കരുത്, ഓപ്ഷൻ ബി പാർക്കിംഗ് ഏരിയ, ഓപ്ഷൻ സി ഒരു ക്രോസ് റോഡിനെ സൂചിപ്പിക്കുന്നു, ഓപ്ഷൻ ഡി തുടരുന്നതിന് മുമ്പ് നിർത്തുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഒരു ക്രോസ് റോഡിനെ സൂചിപ്പിക്കുന്നു. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, റോഡിൻ്റെ മധ്യഭാഗത്ത് ലാൻഡർ ഹാച്ചിങ് അടയാളങ്ങൾ സൂചിപ്പിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ ഒരു മീഡിയന് തുല്യവും ഓവർടേക്കിങ്ങും നിരോധിച്ചിരിക്കുന്നു, ഓപ്ഷൻ ബി എതിർവശത്ത് നിന്ന് വാഹനം വരുന്നില്ലെങ്കിൽ മറികടക്കാം, ഓപ്ഷൻ സി ഇരുവശത്തും ഓവർടേക്കിംഗ് അനുവദിച്ചു, ഓപ്ഷൻ ഡി വാഹനങ്ങൾ മധ്യഭാഗത്ത് പാർക്ക് ചെയ്യാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഒരു മീഡിയന് തുല്യവും ഓവർടേക്കിങ്ങും നിരോധിച്ചിരിക്കുന്നു. ആറാമത്തെ ക്വസ്റ്റ്യൻ, ബോർഡർ ലൈനിലെ റിവേഴ്സ് ഹാച്ച് അടയാളങ്ങൾ സൂചിപ്പിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ റിസർവ് ചെയ്ത പാർക്കിംഗ് ഏരിയ, ഓപ്ഷൻ ബി അടിയന്തര ഓവർടേക്കിങ്ങിനായി, ഓപ്ഷൻ സി വാഹനം പാർക്ക് ചെയ്യാനോ ഓടിക്കാനോ പാടില്ല, ഓപ്ഷൻ ഡി സൈഡ് റോഡ് സൂചന. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. വാഹനം പാർക്ക് ചെയ്യാനോ ഓടിക്കാനോ പാടില്ല. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, റോഡിൽ സ്ലിപ്പറി റോഡ് അടയാളം കാണുന്നിടത്ത് ഡ്രൈവർ, ഓപ്ഷൻ എ ഗിയർ മാറ്റി വേഗത കുറയ്ക്കുക, ഓപ്ഷൻ ബി വേഗത കുറയ്ക്കാൻ സഡൻ ബ്രേക്ക് പ്രയോഗിക്കുക, ഓപ്ഷൻ സി നിങ്ങൾക്ക് സുരക്ഷിതത്വം തോന്നുന്നുവെങ്കിൽ അതേ വേഗത്തിൽ തുടരുക, ഓപ്ഷൻ ഡി വഴുക്കൽ ഒഴിവാക്കാൻ ബ്രേക്കിങ്ങിനൊപ്പം ക്ലച്ചും അമർത്തുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഗിയർ മാറ്റി വേഗത കുറയ്ക്കുക. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, സിഗ്നൽ ലൈറ്റോ പോലീസുകാരോ ഇല്ലാത്ത ഒരു കവലയിൽ എത്തുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്ത്? ഓപ്ഷൻ എ മറ്റ് റോഡുകളിൽ നിന്ന് കവലയിലേക്ക് വരുന്ന ഗതാഗതത്തിന് വഴി നൽകുക, ഓപ്ഷൻ ബി ശരിയായ സിഗ്നൽ നൽകി ഹോൺ മുഴക്കി മുന്നോട്ട് പോകുക, ഓപ്ഷൻ സി നിങ്ങളുടെ വലതുവശത്ത് നിന്ന് കവലയിലേക്ക് അടുക്കുന്ന വാഹനങ്ങൾക്ക് മുൻഗണന നൽകുക, ശേഷം ആവശ്യമായ സിഗ്നലുകൾ നൽകിയ ശേഷം മുന്നോട്ട് പോകുക, ഓപ്ഷൻ ഡി നിങ്ങളുടെ ഇടതുവശത്ത് നിന്ന് കവലയിലേക്ക് അടുക്കുന്ന വാഹനങ്ങൾക്ക് മുൻഗണന നൽകുക, ശേഷം ആവശ്യമായ സിഗ്നലുകൾ നൽകിയ ശേഷം മുന്നോട്ട് പോകുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. നിങ്ങളുടെ വലതുവശത്ത് നിന്ന് കവലയിലേക്ക് അടുക്കുന്ന വാഹനങ്ങൾക്ക് മുൻഗണന നൽകുക, ശേഷം ആവശ്യമായ സിഗ്നലുകൾ നൽകിയ ശേഷം മുന്നോട്ട് പോകുക. പത്താമത്തെ ക്വസ്റ്റ്യൻ, എന്താണ് ടെയിൽ ഗേറ്റിംഗ്? ഓപ്ഷൻ എ അപകടകരമായ രീതിയിൽ വാഹനത്തിന് മുന്നിൽ വളരെ അടുത്തുള്ള ഡ്രൈവിംഗ്, ഓപ്ഷൻ ബി വാഹനത്തിൽ നിന്ന് സുരക്ഷിതമായ അകലം പാലിക്കൽ, ഓപ്ഷൻ സി മുന്നിലുള്ള വാഹനത്തിൽ നിന്ന് കുറഞ്ഞത് 7 മീറ്ററെങ്കിലും അകലം പാലിക്കൽ, ഓപ്ഷൻ ഡി മുന്നിലുള്ള വാഹനത്തിൻ്റെ തൊട്ടു പിന്നിൽ വാഹനം ഓടിക്കുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. മുന്നിലുള്ള വാഹനത്തിൻ്റെ തൊട്ടു പിന്നിൽ വാഹനം ഓടിക്കുന്നത്. 11ാമത്തെ ക്വസ്റ്റ്യൻ, എന്താണ് ഡിഫൻസീവ് ഡ്രൈവിംഗ്? ഓപ്ഷൻ എ മറ്റുള്ള ഡ്രൈവർമാരുടെയും റോഡ് ഉപയോക്താക്കളുടെയും ട്രാഫിക് നിയമങ്ങളുടെയും റോഡ് അടയാളങ്ങളുടെയും ലംഘനം മുൻകൂട്ടി കണ്ടുകൊണ്ട് ജാഗ്രതയോടെ വാഹനം ഓടിക്കുക, ഓപ്ഷൻ ബി റോഡ് അടയാളങ്ങൾ പരിഗണിക്കാതെ ലക്ഷ്യസ്ഥാനത്ത് എത്തുക എന്ന ഒറ്റ ലക്ഷ്യത്തോടുള്ള ഡ്രൈവിംഗ്, ഓപ്ഷൻ സി മറ്റ് റോഡ് ഉപയോക്താക്കൾ തങ്ങളുടെ രക്ഷയെക്കുറിച്ച് ജാഗ്രത പുലർത്തുമെന്ന അനുമാനത്തിൽ വാഹനം ഓടിക്കുന്നത്, ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. മറ്റുള്ള ഡ്രൈവർമാരുടെയും റോഡ് ഉപയോക്താക്കളുടെയും ട്രാഫിക് നിയമങ്ങളുടെയും റോഡ് അടയാളങ്ങളുടെയും ലംഘനം മുൻകൂട്ടി കണ്ടുകൊണ്ട് ജാഗ്രതയോടെ വാഹനം ഓടിക്കുക. 12ാമത്തെ ക്വസ്റ്റ്യൻ, ലോറികളിൽ ചരക്കുകൾ കയറ്റുമ്പോൾ ഓപ്ഷൻ എ 30 സെൻറ്റിമീറ്റർ വരെ ഇരുവശത്തേക്കും ചരക്കുകൾ തള്ളി നിൽക്കാം, ഓപ്ഷൻ ബി ഇരുവശത്തേക്കും ചരക്കുകൾ തള്ളി നിൽക്കാൻ പാടില്ല, ഓപ്ഷൻ സി 50 സെൻറ്റിമീറ്റർ വരെ ഇരുവശത്തേക്കും ചരക്കുകൾ തള്ളി നിൽക്കാം, ഓപ്ഷൻ ഡി 100 സെൻറ്റിമീറ്റർ വരെ ഇരുവശത്തേക്കും ചരക്കുകൾ തള്ളി നിൽക്കാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇരുവശത്തേക്കും ചരക്കുകൾ തള്ളി നിൽക്കാൻ പാടില്ല. 13ാമത്തെ ക്വസ്റ്റ്യൻ, റൗണ്ട് എബോൾട്ടിൽ വാഹനം ഉള്ളപ്പോൾ ഓപ്ഷൻ എ റൗണ്ട് എബോൾട്ടിൽ പ്രവേശിക്കുന്ന വാഹനങ്ങൾക്ക് മുൻഗണന, ഓപ്ഷൻ ബി റൗണ്ട് എബോൾട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് മുൻഗണന, ഓപ്ഷൻ സി റൗണ്ട് എബോൾട്ടിൽ തുടരുന്ന വാഹനങ്ങൾക്ക് മുൻഗണന, ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം.
കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. റൗണ്ട് അബൌട്ടിൽ തുടരുന്ന വാഹനങ്ങൾക്ക് മുൻഗണന. 14-ാമത്തെ ക്വസ്റ്റ്യൻ. പൊതുസ്ഥലത്ത് ഒരു വാഹനത്തെ അപകടകരമായ നിലയിൽ ഉപേക്ഷിക്കുമ്പോൾ നിങ്ങൾ ഡാഷ് MB ആക്ട് ലംഘിക്കുകയാണ്. ഓപ്ഷൻ എ വകുപ്പ് 121, ഓപ്ഷൻ ബി വകുപ്പ് 122, ഓപ്ഷൻ സി വകുപ്പ് 185, ഓപ്ഷൻ ഡി വകുപ്പ് 129. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, വകുപ്പ് 122. 15-ാമത്തെ ക്വസ്റ്റ്യൻ. ലെഫ്റ്റ് ഹാൻഡ് സ്റ്റിയറിംഗ് നിയന്ത്രണമുള്ള വാഹനം ഉപയോഗിക്കുമ്പോൾ ഡാഷ്. ഓപ്ഷൻ എ ഒരു മുന്നറിയിപ്പ് ബോർഡ് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവർ പ്രദർശിപ്പിക്കുക. ഓപ്ഷൻ ബി മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സിഗ്നലിന് ഉപകരണം ഉപയോഗിക്കുക. ഓപ്ഷൻ സി മുകളിൽ പറഞ്ഞവ രണ്ടും ഉപയോഗിച്ച്. ഓപ്ഷൻ ഡി ലെഫ്റ്റ് ഹാൻഡ് സ്റ്റിയറിംഗ് വാഹനങ്ങൾക്ക് ഓടിക്കാൻ അനുവാദമില്ല. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, മുകളിൽ പറഞ്ഞ രണ്ടും ഉപയോഗിച്ച്. 16-ാമത്തെ ക്വസ്റ്റ്യൻ. ചുവപ്പ് ഓർ പർപ്പിൾ റോഡ് മാർക്കിങ്ങുകൾ പ്രാഥമികമായി ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ എ അപകടം മനസ്സിലാക്കാൻ ആളുകളെ സഹായിക്കുന്നതിന്. ഓപ്ഷൻ ബി സുഗമമായ ഗതാഗതം മനസ്സിലാക്കാൻ. ഓപ്ഷൻ സി തിരക്കേറിയ റോഡുകൾ അറിയാൻ. ഓപ്ഷൻ ഡി കാഴ്ചക്കുറവുള്ള റോഡുകൾ തിരിച്ചറിയാൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, അപകടം മനസ്സിലാക്കാൻ ആളുകളെ സഹായിക്കുന്നതിന്. 17-ാമത്തെ ക്വസ്റ്റ്യൻ. മോട്ടോർ സൈക്കിൾ യാത്രക്കാർ സാധാരണയായി അപകടം ഉണ്ടാക്കുന്നത് ഡാഷ്. ഓപ്ഷൻ എ അമിത വേഗത, ഓപ്ഷൻ ബി ട്രിപ്പിൾ റൈഡിംഗ്, ഓപ്ഷൻ സി സിഗ്സാഗ് രീതിയിൽ ഡ്രൈവ് ചെയ്തുകൊണ്ട് വാഹനങ്ങളുടെ വളരെ അടുത്തുകൂടി കടന്നു പോകുന്നു. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം. 18-ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു യു ടേൺ എടുക്കുന്നതിന് മുൻപ് ഒരു ഡ്രൈവർ എന്താണ് പരിശോധിക്കേണ്ടത്? ഓപ്ഷൻ എ എതിർദിശയിലെ ഗതാഗതം മാത്രം. ഓപ്ഷൻ ബി കാലാവസ്ഥാ സാഹചര്യങ്ങൾ. ഓപ്ഷൻ സി ബ്ലൈൻഡ് സ്പോട്ടുകളും എല്ലാ ദിശകളിലുമുള്ള ട്രാഫിക്കും. ഓപ്ഷൻ ഡി വാഹനത്തിലെ ഇന്ധനനില. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ബ്ലൈൻഡ് സ്പോട്ടുകളും എല്ലാ ദിശകളിലേക്കുമുള്ള ട്രാഫിക്കും. 19-ാമത്തെ ക്വസ്റ്റ്യൻ. എപ്പോഴാണ് വലതുവശത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് റൈറ്റ് ഓഫ് വേ നിയമം ബാധകമാകാത്തത്? ഓപ്ഷൻ എ വാഹനം പാർക്ക് ചെയ്തിരിക്കുമ്പോൾ. ഓപ്ഷൻ ഡി ട്രാഫിക് ലൈറ്റുകളോ അടയാളങ്ങളോ ഉപയോഗിച്ച് നിയന്ത്രിക്കപ്പെടുമ്പോൾ. ഓപ്ഷൻ സി വാഹനങ്ങൾ പതുക്കെ നീങ്ങുമ്പോൾ. ഓപ്ഷൻ ഡി റോഡ് ശൂന്യമായപ്പോൾ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ട്രാഫിക് ലൈറ്റുകളോ അടയാളങ്ങളോ ഉപയോഗിച്ച് നിയന്ത്രിക്കപ്പെടുമ്പോൾ. 20-ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്റർസെക്ഷനിൽ ഗതാഗതം സ്തംഭിച്ചാൽ ഡ്രൈവർ എന്ത് ചെയ്യണം? ഓപ്ഷൻ എ ശ്രദ്ധിച്ച് ഇന്റർസെക്ഷനിലേക്ക് പ്രവേശിക്കുക. ഓപ്ഷൻ ബി മറ്റ് ഡ്രൈവർമാരെ അലർട്ട് ചെയ്യുന്നതിനായി ഹോൺ മുഴക്കുക. ഓപ്ഷൻ സി കുറഞ്ഞ വേഗതയിൽ കവലയിലൂടെ ഡ്രൈവ് ചെയ്യുക. ഓപ്ഷൻ ഡി പ്രവേശിക്കുന്നതിന് മുൻപ് ട്രാഫിക് ക്ലിയർ ആകുന്നത് വരെ കാത്തിരിക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, പ്രവേശിക്കുന്നതിന് മുൻപ് ട്രാഫിക് ക്ലിയർ ആകുന്നത് വരെ കാത്തിരിക്കുക. 33-ാമത്തെ ലെവലും കംപ്ലീറ്റഡ് ആണ്. ലേണേഴ്സ് ചോദ്യാവലിയിലെ മോഡറേറ്റ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലേക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.